സൃഷ്ടാവിൻ്റെ സ്മരണയിൽ മാത്രമേ ഒരു സൃഷ്ടിക്ക് സമാധാനം കിട്ടുള്ളൂ. ശരിക്കും നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് കലക്കി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും, കുടിക്കാൻ കഴിയില്ല. പക്ഷേ അത് നിങ്ങൾ ഒരു ജഗ്ഗ് വെള്ളത്തിലേക്കാണ് കലക്കുന്നതെങ്കിലോ വലിയ കുഴപ്പമുണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് നിങ്ങളൊരു പുഴയിലാണ് കലക്കുന്നതെങ്കിൽ, നമ്മൾ പണ്ടൊക്കെ കടലിൽ കായം കലക്കിയ പോലെ എന്ന് പറയുന്ന രീതിയിലാണ്, അത് അറിയ പോലും ഇല്ലല്ലേ. പക്ഷേ നമ്മളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയ സമയത്തെ ഇത് എനിക്ക് തന്നെ എന്തിനാണ് പഠിച്ചോണ്ട് തന്നിട്ടുള്ളത്, എനിക്കിത് താങ്ങാൻ കഴിയുമോ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾസ് വരുന്ന സമയത്ത് ഇന്ന മഴ ഉൾശ്രീ യുസ്ര എന്നാണ്, നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ പഠിച്ചോണ്ടൊരു എളുപ്പം തന്നിട്ടുണ്ട്. അതേപോലെ ലൈഫിലൊരു സ്ട്രഗിൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം താങ്ങാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ അളന്നിട്ടാണ് പഠിച്ചോ നിങ്ങൾക്കൊരു പ്രശ്നം തരുന്നത്. അപ്പോൾ ഈ ഒരു അവയർനെസ്സിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന എൻ്റെ സൃഷ്ടാവ് ഇവിടെ എനിക്ക് എന്തായിരിക്കും ഹയർ ഉദ്ദേശിച്ചിട്ടുള്ളത്, എൻ്റെ സൃഷ്ടാവ് എന്നെ വെറുതെ വിടില്ല എന്ന ചിന്തയിൽ സൃഷ്ടാവിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ഒരു പ്രശ്നവും ഒരു പ്രശ്നമായിരിക്കില്ല.